ഗായ്സ്, ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി ഡിസൈൻ വർക്കാണ് കാണാൻ പോകുന്നത്. ഇത് ബ്ലൗസിലൊക്കെ ചെയ്യാനുള്ള ബ്ലൗസിൽ അല്ലെങ്കിൽ സാരീൻ്റെ തുമ്പിലൊക്കെ ഇത് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. സോ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു വർക്കാണ്. അപ്പോൾ ഒരു പൂമ്പാറ്റേനെ കൊടുത്തു, 2 ടൈപ്പ് ഫ്ലവർ കൊടുത്തു. ഇവിടെ നമ്മൾ 2 ലീഫ് കൊടുത്തു. ഇവിടെ വലിയൊരു ലീഫാണ് കൊടുത്തത്, പക്ഷേ ഇതിൻ്റെ ഒരു ഇതളുടെ ഇടയ്ക്കായിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു ലീഫ്, ഇവിടെ ഒരു ലീഫ്. ഇതിൻ്റെ മേളിൽ ഇതേ സെയിം ഫ്ലവർ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ നമ്മൾ നെറ്റ് വെച്ചിട്ടാണ് ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ നെറ്റിൽ കൊണ്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റും നമ്മൾ സ്റ്റെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഫുള്ള് സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഈ ഫ്ലവേഴ്സിനെ എല്ലാം കവർ ഒരേ ത്രെഡിൽ തന്നെ പോകും. പിന്നെ ഇതിന് ചുറ്റും നമ്മൾ മുട്ടുസൂചി പോലത്തേത് വെച്ച് ഇത് 2 ക്ലോത്തും കൂടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന നെറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇവിടെ എല്ലാ ഫ്ലവേഴ്സിലും ബട്ടർഫ്ലൈയിലും നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് ഇത് നെറ്റിലായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മളിവിടെ ലോക്ക് സ്റ്റിച്ചും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ത്രെഡ് കട്ടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ബിക്കോസ് ഇത് നെറ്റിൻ്റേതായതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ക്രോസ് സ്റ്റിച്ച് ഇട്ട് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാം ഫുള്ള്. നമ്മളുടെ വർക്കെല്ലാം ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന എല്ലാ നെറ്റുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ ബ്ലൗസിലൊക്കെ കൈകളിലൊക്കെ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. God bless you all. Bye.